ഗേറ്റുകളെല്ലാം ലോക്ക് ചെയ്തേക്കുമായിരുന്നു. അപ്പൊ ആ മതിലിന്റെ മുകളിൽ കൂടിയാണ് ആന കയറിയത്. ഒരാനയല്ല തിന്നത്, 2-3 ആന വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഭേദം വെടിവെച്ച് കൊന്നേക്കും അങ്ങോട്ട്. ജീവിക്കാൻ നിൽക്കണ്ട, വെടിവെച്ച് കൊന്നേക്കും. പിന്നെ സർക്കാർ അരിയും തരണ്ട, പെൻഷനും തരണ്ട. ആ കിണറിലെ 3 റിങ്ങുകളും തകർത്ത് മോട്ടറും എടുത്ത് പൊട്ടിച്ചു കളഞ്ഞു. മോട്ടറും പൈപ്പുകളെല്ലാം പൊട്ടിച്ചു. 2-3 ദിവസമായിട്ടുള്ളൂ ഇതിന്റെ തലേദിവസം. നമ്മൾ കുറെ ഇത് മൃഗങ്ങളെ വളർത്തിയിട്ട് നിങ്ങൾക്ക് കുറെ പുല്ലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വളർത്തുന്നത്. വനത്തിനെ അവരെ സംരക്ഷിക്കണം. ഇനി ഒന്നും ചെയ്യാൻ കൊള്ളിയല്ലോ. അത് ഒന്നും ചെയ്യാൻ കൊള്ളില്ല. അതിന് ഭയങ്കര മണമായതിന്, ഭയങ്കര ആനച്ചൂരാണ്. അതുപോലെ തന്നെ അതിന് തിന്നാനും കുടിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം. ഇത് കഞ്ഞിക്കും ഇല്ല, വെള്ളത്തിനും ഇല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഈ നനഞ്ഞ നെല്ല് അകത്ത് കയറ്റി വെക്കാനാവുക? വെള്ളം നിറത്തി കിടക്കുന്നുണ്ടോ? ഇവിടെ ചാടിയതാ, വായിന്ന് ചാടിയതാണ്. കൊയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒരു 10-15 ദിവസം അവിടെ വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ നമുക്കൊരു 4-5 ക്വിൻ്റൽ നെല്ലും കൂടി അധികം കിട്ടി അത് കറക്റ്റ് മൂപ്പായി എത്തി. വയലിൽ നിന്ന് ആന തിന്ന് പോകണ്ട എന്ന് കരുതിയിട്ടാണ് 15 ദിവസം മുമ്പ് കൊയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഉണക്കാനിട്ടത്. അപ്പോൾ ഈ അപ്രതീക്ഷിതമായിട്ട് വീടിൻ്റെ ഗേറ്റും എല്ലാം അടച്ചിട്ടേക്കണതിൻ്റെ കോമ്പൗണ്ടിലേക്ക് മതിൽ ചാടിക്കിടന്ന് 3 ആന ഉണ്ടായിരുന്നു. മുഴുവൻ തിന്ന് നശിപ്പിച്ച് ബാക്കിയുള്ളത് മുഴുവൻ മൂത്രമൊഴിച്ചും ആനപ്പിണ്ടോ ആയിട്ടും ഒക്കെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ നീർവാരം എന്ന് പറയുന്ന പ്രദേശമാണ്. ഇവിടെ നീർവാരം കല്ലുവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കാട്ടാന കയറുകയും അവിടെ വീടിൻ്റെ മുറ്റത്ത് ഉണക്കാനിട്ടിരുന്ന കുറേ അധികം നെല്ല്, അത് വലിയൊരു കണക്കാണ് പറയുന്നത്, 15 ക്വിൻ്റൽ എന്നൊക്കെ കേൾക്കുന്നു. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് നമ്മൾ നേരിട്ട് ഒന്ന് കണ്ടു ബോധ്യപ്പെടാനായിട്ടുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. ഏതായാലും ആ വീടിൻ്റെ മുറ്റത്ത് കയറി കാട്ടാന അതിഭീകരമായ രീതിയിൽ അവർ ഉണക്കാനിട്ടിരുന്ന നെല്ലും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ കാണുന്നത് ദാസനക്കര എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നീർവാരം വഴി പുഞ്ചോയിൽ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലം നീർവാരമാണ്. നീർവാരം കല്ലുവയൽ എന്ന് പറയുന്ന പ്രദേശമാണ്, റോഡ് സൈഡാണ്. ഇവിടെ ഈ വീട്ടിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. നമുക്ക് ഏതായാലും ആ വീട്ടിലേക്ക് ഒന്ന് പോകാം കേട്ടോ. ഈ വീട്ടിലാണ് ഈ ഒരു സംഭവം നടന്നത്. നമുക്ക് ഏതായാലും ആ വീട്ടിലേക്ക് ചെന്ന് ആ വീട്ടിലെ ആളുകളോട് തന്നെ ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? റിജി. ഈ സ്ഥലം കല്ലുവയൽ അല്ലേ? കല്ലുവയൽ. ഇത് കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചത് ഇവിടെ? കഴിഞ്ഞ ദിവസം രാത്രി ഒരു 2 മണിക്ക് 2 മണി വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഒരു 2 മണിക്ക് ശേഷം ഇവിടെ കുറേ നെല്ല് കൂട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ നെല്ല് നിരത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നെല്ല്, ഒരു വലിയൊരു കൂമ്പാരം നെല്ല് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്ത് വീടിന് ആ ചാക്കിരിക്കുന്ന ഭാഗത്തായിട്ട് ഒരു വലിയ കൂമ്പാരം കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കുണ്ട് ആ നെല്ലുകൂട്ടം മൊത്തം തിന്ന് ആ തെങ്ങൊക്കെ നശിപ്പിച്ച് അവിടെ കുറേ കപ്പയുണ്ടായിരുന്നു, അതെല്ലാം നശിപ്പിച്ച്, കുറച്ച് പിന്നെ കടപ്ലാവിൻ്റെ തൈയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എല്ലാം നശിപ്പിച്ച് ആനക്കൂട്ടം പോയി. അത് എപ്പോഴാണ്? രാവിലെ എപ്പോഴാണ് അറിഞ്ഞ സംഭവം അല്ലേ? രാത്രി ഒച്ചയൊന്നും കേട്ടില്ല. ഇപ്പം ആന എതിലെയാണ് കയറി വന്നത്? ആന നമ്മൾ ആ മതിലിൻ്റെ മുകളിൽ കൂടിയാണ് കയറി വന്നത്. അതിന്റെ മുകളിൽ കൂടെ ഇങ്ങോട്ട് ഗേറ്റുകളെല്ലാം ലോക്ക് ചെയ്തേക്കുമായിരുന്നു. അപ്പോൾ ആ മതിലിന്റെ മുകളിൽ കൂടിയാണ് ആന കയറിയത്. അതായത് ഈ ഗേറ്റിന്റെ കൂടെ അല്ല കയറിയ? ഈ ഗേറ്റിൽ കൂടെ അല്ല, ആ ഗേറ്റിൽ കൂടെ. അവിടെ നെല്ല് തിന്ന ചപ്പേന്റെ പൊടി ഒക്കെ അതിന്റെ മുകളിൽ കാണാം. ഓഹോ. അതായത് ഈ ഇട്ടിരിക്കുന്നൊക്കെ നെല്ലുണങ്ങാൻ ഇട്ടിരിക്കുന്ന? അത് മൂടിയിട്ടതാണ്, മഴ വന്നപ്പോൾ മൂടിയിട്ടതാണ്. ഈ ഭാഗത്താണ് ആന പിണ്ടായിട്ട് ഇങ്ങനെ വൃത്തികേടാക്കി. ഇതെല്ലാം കുറേ നേരം ഇതിന്റെ ഗേറ്റിന്റെ പുറത്ത് നിന്ന് തിന്നു. ഇവിടെ പുറത്ത് നിന്ന് തിന്നു. പുറത്ത് നിന്നിട്ട് ചപ്പി അരിയായിട്ട് കണ്ടോ? കണ്ടു. ഓഹോ. വെള്ളം നിറത്തി കിടക്കുന്നുണ്ടോ? ഇവിടെ ചാടിയതാ, വായിന്ന് ചാടിയതാണ്. പിന്നെ വീണതാ കണ്ട. ഇത് കണ്ട, വയറോ അതിന്റെ കാലോ കയ്യോ ഒക്കെ തട്ടിയതാണ് കണ്ട. ഈ മതിലിന്റെ സൈഡൊക്കെ പൊട്ടിയിരിക്കുന്നത്. ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നേ? ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഈ കൂട്ടത്തിൽ നിന്ന് ഇവിടെ വലിയൊരു കൂട്ടം ഉണ്ടായിരുന്ന. ഇവിടെ ഇതുപോലെ ഹൈറ്റിൽ വലിയൊരു കൂട്ടം ഇതുപോലെ ഉണ്ടായിരുന്ന. അത് കംപ്ലീറ്റ് തിന്നുപോയി. അത് ഈ കിടക്കുന്ന നെല്ല് അതിനകത്തുള്ളൂ. ഓഹോ, അതിന്റെ ബാക്കിയാണ് ഈ കിടക്കുന്നത്. ആനപ്പിണ്ടൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു അല്ലേ? ആനപ്പിണ്ട് ഇവിടെ കിടക്കുന്നത്. അത് പിന്നെ ഇന്നലെ ഞങ്ങൾ മഴ പെയ്തപ്പോൾ ഇത് ഷീറ്റ് മടക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് ഇട്ടതാണ്. ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ? ഇന്നലെ ഈ ആനപ്പിണ്ടം കംപ്ലീറ്റ് ഈ ഒരു നെല്ലിൻ്റെ അകത്താണ് കിടക്കുന്നത് കേട്ടോ. ഇത് മൊത്തം പോയി അല്ലേ? അതൊക്കെ പോയി. ഇത് മാറ്റാണ്ട്, ഒരുപാട് ഭാഗം മാറ്റാണ്ട്, മൂത്രമൊഴിച്ച് ഇട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ബാക്കി നെല്ലിൻ്റെ അകത്ത് മുള്ളിയിട്ടുണ്ടല്ലോ. മുള്ളിയിട്ടുണ്ട്. അത് അതിനകത്ത് കോരി ഇട്ടതാണ്. ഓഹോ.
അത് ആ മുള്ളിയതും ഇനി ഒന്നും ചെയ്യാൻ കൊള്ളിയല്ലോ. അത് ഒന്നും ചെയ്യാൻ കൊള്ളില്ല, അതിന് ഭയങ്കര മണമാണ്. അതെ അതെ ഭയങ്കര ആനച്ചൂരാണ്. അതെ അതെ അതെ. ഒരു ഭയങ്കരമായിപ്പോയി അല്ലേ. തെങ്ങെല്ലാം നശിപ്പിച്ച്. അതെ അതെ അതെ. ഇതിനു മുന്നേ ഇങ്ങനത്തെ സംഭവം ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പല സ്ഥലത്തും ഉണ്ട്, ഉണ്ടായിട്ടുണ്ട്. ചേട്ടൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇതിനു മുന്നേ ഇങ്ങനെ വന്നിട്ടുണ്ടോ? എൻ്റെ വീടിൻ്റെ മുമ്പ് ഞാൻ ഇതിൻ്റെ സൈഡിന് ഇതൊരു നിരയിൽ വെച്ച തെങ്ങ. ഈ തെങ്ങ് ഒരു നിരയിലായിരുന്നു. 3-4 തെങ്ങുകൾ അപ്പുറത്തേക്കുണ്ടായിരുന്നു. കരിമ്പ് നിൽക്കുന്നിടം വരെ തെങ്ങുണ്ടായിരുന്നു. അതിൽ ഏറ്റവും മോശം തെങ്ങായിരുന്നു ഇത്. ഏറ്റവും മോശം തെങ്ങായിരുന്നു. കുള്ളം തെങ്ങുകളായിരുന്നു ഞാൻ അപ്പുറത്തേക്ക് വെച്ച്. അതെല്ലാം ഒരു ദിവസം ഇതുപോലെ പിറ്റേ ദിവസം ജനൽ തുറന്ന് രാവിലെ വാല് തുറന്ന് നോക്കുമ്പോഴത്തേക്കൊണ്ട് ഇതെല്ലാം അടിച്ച് മൊത്തം ലെവലാക്കിയിട്ടിരിക്കുക. പക്ഷെ ഇങ്ങനെ മുറ്റത്തോട്ട് ഇതുവരെ കയറിയിട്ടില്ല. നമുക്ക് എങ്ങനെയായാലും ഈ മുറ്റത്ത് ഇറങ്ങുന്നതിന് ഒരു ധൈര്യക്കുറവില്ലായിരുന്നു. കാരണം ഇതെല്ലാം നോക്കിയതുണ്ടെങ്കിൽ മുറ്റത്ത് ഇത് ഒരു അതിക്രമിച്ച് കയറില്ലല്ലോ എന്നൊരു ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതും തകർന്നു. ഇപ്പം അതും പോയി. ഈ അടുത്ത നാളുകളിൽ എന്നേലും ഈ അടുത്ത പ്രദേശത്ത് എവിടെയെങ്കിലും ആന ഇറങ്ങിയ മിക്കവാറും ദിവസങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു നമ്മുടെ മോനിപ്പള്ളി എന്ന് പറയും, അടുത്ത വീട്ടിൽ ഒരു ചേച്ചി, ഒരു പ്രായമായ അമ്മച്ചിയായിരുന്നു. അമ്മച്ചി മരിച്ചതിന്റെ തലേ ദിവസം അവരൊരു കിണറുണ്ടായിരുന്നു. ആ കിണറിലെ 3 റിങ്ങുകളും തകർത്ത് മോട്ടർ എടുത്ത് പൊട്ടിച്ചു തുടങ്ങി. മോട്ടർ പൈപ്പുകളെല്ലാം പൊട്ടിച്ചു. 2-3 ദിവസമായിട്ടുള്ളൂ ഇതിന്റെ തലേ ദിവസം. അതെ. അത് ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാ? ഇവിടുന്ന് ഒരു 2-3 വീടിന്റെ ദൂരേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓഹോ. അപ്പൊ ചേട്ടന്റെ പാടമൊക്കെ എവിടെയാ? പാടം ദാസനക്കര എന്ന് പറയും. ദാസനക്കരയാ. അവിടെ ഭയങ്കര ശല്യം ആയതുകൊണ്ട്, അവിടെ ഭയങ്കര ആനശല്യം ആയതുകൊണ്ട് ഇത് മൂപ്പെത്തുന്നതിന് മുമ്പ് ഒരു 10-12 ദിവസം മുന്നേ കൊയ്തതാണ്. അതാണ് ഇവിടെ സുരക്ഷിതമാണെന്ന് കരുതിയിട്ടാണ് മുറ്റത്ത് കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവന്നിട്ട് ആന ഇങ്ങോട്ട് പോകും. അതെ. ഓ, അവിടെ വയലിൽ സ്ഥിതി ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം? വയലില് ഇത് കൊയ്യുന്നതിന്റെ തലേദിവസം നമ്മുടെ അല്ല, വേറൊരാളുടെ ഒരു കണ്ട നെല്ല് നിന്ന് പോയി. തീർത്തു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കൊയ്തത്. ഇത് മൊത്തം ഏകദേശം എത്ര കിൻഡൽ നെല്ലുണ്ടായിരുന്നു മൊത്തം? മൊത്തം ഒരു 10-30 കിൻഡൽ നെല്ലുണ്ടാവും. 30 കിൻഡൽ ഉണ്ടാവും. 30 കിൻഡലിന് മുകളിലുണ്ടാവും. ഉണ്ടല്ലേ. ഇനിയിപ്പോ ബാക്കി എന്തോരം ഉണ്ട്? ഇനിയിപ്പോ ഒരു 15 ഒരു 10-15 അതായത് 15 കിൻഡൽ നെല്ല് തിന്നുണ്ടല്ലോ. അപ്പൊ ഇതൊരൊറ്റ ആനയല്ലല്ലോ? ഒറ്റ ആനയല്ല, കൂട്ടാണ്. കൂട്ടായിട്ട് വന്നേ? കൂട്ടായിട്ട് വന്നത്. ഓഹോ. അത് ആരെങ്കിലും കണ്ടോ? അതിവിടെ കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള ടീം കൊടവനാലിൽ എന്ന് പറഞ്ഞൊരു അവിടുത്തെ ഒരു ചേട്ടൻ തിരിച്ച് ഇവിടെ പോയിട്ട് മാനന്തവാടി പോയിട്ട് തിരിച്ചു വരുമ്പോൾ 2 ആനേനെ അവിടെ കണ്ടെന്ന് പറഞ്ഞ ഈ ദിവസം തന്നെ. ഒരു രാത്രി കൊണ്ട് 15 കിൻഡൽ നെല്ല് തീർക്കാന്ന് പറഞ്ഞല്ലേ? അതെ. കണ്ടത്തിലാണെങ്കിൽ ഇത്രയും തീർക്കില്ലായിരുന്നു അല്ലേ? കണ്ടത്തിലാണ് ഇത്രയും തീർക്കില്ലായിരുന്നു. ഇതിപ്പോ സൗകര്യമാണല്ലോ അല്ലേ? നേരിട്ട് സൗകര്യം. ഇതിപ്പോ ചേട്ടന് സുമാർ എത്ര രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്? ഇത് മൊത്തം ഉണങ്ങിയ നല്ലല്ലേ ഇത്? അല്ല, അത് ഉണങ്ങിയതായിരുന്നു. ഇത് ഉണങ്ങിയതല്ലേ ആന തിന്നേ? ആന തിന്ന് ഉണങ്ങിയതാ. ഉണങ്ങിയും തിന്നു, ഉണങ്ങാത്തതും തിന്നു. ഈ ഭാഗത്ത് ഉണങ്ങാത്താണ്, ഈ ഭാഗത്ത് തിന്നു. ഞാനിപ്പോ ഇത്ര ചവിട്ടിക്കുന്നത് ഇതിപ്പോ പോയില്ലോ അല്ലേ? അത് പോയി. അപ്പൊ സുമാർ എത്ര രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്? അത് 2800 ഇവിടെ ഇതിലെ വില. ഒരു കിൻഡൽ സപ്ലൈസിലെ 2800 × 15 ചെയ്താൽ കിട്ടും. ആണല്ലേ. ഏകദേശം 10-50,000 മേലെ നഷ്ടം വന്നിട്ടല്ലേ? 15 ഒരു 10-40,000 രൂപ, 42,000 രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. ഇന്നലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അപ്പോൾ രാവിലെ തന്നെ അറിയിച്ചായിരുന്നോ? രാവിലെ തന്നെ അറിയിച്ചു. അവർ വന്ന് പിന്നെ റേഞ്ചർ വന്നു. പിന്നെ DFO ഉണ്ടായിരുന്നു. DFO ഇവിടെ വന്നില്ല. DFO ഒരു ഓർഡർ തന്നു. ഒരു മാസത്തിനുള്ളിൽ നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞു ഉറപ്പ് വന്നിട്ട് ഒരു ഓർഡറാക്കി തന്നു. അതേ ഓർഡർ തന്നെ. കാട്ടിലൊന്നും അല്ലല്ലോ അല്ലേ? കാടിനോട് ചേർന്നല്ലോ, വീട്ടിന്റെ മുറ്റത്ത് നിന്നല്ലേ എടുത്തോണ്ട് പോയത്? ആ വീടിന്റെ മുറ്റത്ത് കാട്ടിലേക്ക് 1 കിലോമീറ്റർ കൊണ്ട് ദൂരമുണ്ട്. അതെ. അപ്പൊ നഷ്ടപരിഹാരം തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ? 1 മാസത്തിനുള്ളിൽ തരാന്നാണ് പറഞ്ഞത്. ആണല്ലേ. പേരെങ്ങനെയാണ്? ജോസഫ്. 10-15 കിൻഡൽ നെല്ല അല്ലേ ആന തിന്നേക്കുന്നത്? അതെ 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 അതെ. ഭയങ്കര ഒരു സംഭവമായിപ്പോയി. ഭയങ്കര സംഭവമായിപ്പോയി. ഇതെങ്ങനെ ഇത് ജീവിക്കുക എങ്ങനെയെന്നറിയാൻ പാടില്ല. ഈ കൊണ്ട കാലം മുഴുവൻ ചെടി കഴിഞ്ഞ് കുത്തിമറിഞ്ഞ് കഞ്ഞിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ട് അത് മുഴുവൻ കണ്ടത്തിൽ നിന്ന് രക്ഷയില്ല. അത് കഴിഞ്ഞിട്ട് അത് വിളയുന്നതിന് മുമ്പ് കൊണ്ടുവന്ന് ആന തിന്ന് പോകുന്നതിന് മുമ്പ് അത് കാരണം ഇവിടെ കൊണ്ടുവന്നിട്ട് പെരക്കാത്തിട്ട് ആ നെല്ലും മേടിച്ചുകൊണ്ട് പോയി. ഇന്നലെയൊക്കെ ഞാൻ കാവൽ കിടക്കുന്നത് രാത്രിക്ക് ഒരു ബോധമൊക്കെ അടച്ചിട്ടില്ല, ഉറങ്ങുമായിരുന്നു ഇത്രയും നേരം. ഞാൻ ഇവിടെ ഈ ജനലിൽ അവിടെ നിന്നിട്ട് ഈ പിള്ളേർ എൻ്റെ കൂടെ വന്ന് കാവൽ കിടന്ന് ഇന്നലെ രാത്രി പിന്നെയും വരുമെന്ന് പേടിച്ചിട്ടില്ല. അതെ വരുമെന്ന് അറിഞ്ഞത്. ഇതൊക്കെ ചവച്ച് തുപ്പിത്താതെ ഇതിലേക്ക് കയറിയത്.
എന്നിട്ട് പിള്ളേരും വരാമെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് പിള്ളേർ ഉറങ്ങി. ഞാൻ ഒരു പോളക്കണ്ണടച്ചില്ല, ഞാൻ അവിടെ നിന്ന് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇന്ന് ഈ മഴയും കൂടെ ആയിപ്പോഴത് എന്ത് നരകായത്. 6 മാസത്തെ അധ്വാനത്തിന്റെ പകുതി ആന ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് തീർന്ന്. ഇത് കഞ്ഞിക്കും ഇല്ല, വെള്ളത്തിനും ഇല്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഇതിപ്പോൾ ഈ നനഞ്ഞ നെല്ല് അകത്ത് കയറ്റി വെക്കാനാവുമോ? അതെ അതെ. അത് പൊട്ടിച്ച് നാശമായി പോകില്ലേ? ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ. അതെ അതെ. സർക്കാർ ഇങ്ങനെ ഇതുപോലത്തെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ അതിൽ ഭേദം വെടിവെച്ച് കൊന്നേക്കും അങ്ങോട്ട്. ജീവിക്കാൻ നിൽക്കണ്ട, വെടിവെച്ച് കൊന്നേക്കാം. പിന്നെ സർക്കാർ അരിയും തരണ്ട, പെൻഷനും തരണ്ട, ഒരു സാധനം തരണ്ട. പെൻഷനൊന്നും ഇല്ല. സ്ഥലം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പെൻഷനൊന്നും ഇല്ല. ഒരു മരുന്ന് മേടിക്കാൻ മരുന്ന് വൃത്തിയില്ല. എന്നും രോഗമൊക്കെ മരുന്ന് മുടക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. അതിന് നിവൃത്തിയില്ല. ഇത് എന്ത് ചെയ്യാനാ? എങ്ങനെ ഞങ്ങൾ ജീവിക്കണത്? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരട്ടെ. ഈ വനാതിർത്തിയിൽ ഫെൻസിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനത്തെ അത് വെറുതെ അവിടെ ഒരു പ്രഹസനം പോലെ അവിടെ ഉണ്ട്. അവിടെ പണിയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? അത് വല്ല ഇത് വേണ്ടിയിട്ടാണോ? ഓരോ രാജ്യത്തൊക്കെ ഈ മൃഗങ്ങൾ പെരുകുമ്പോൾ എല്ലായിടത്തും വന്യമൃഗ സംരക്ഷണമുണ്ട്. മൃഗങ്ങൾ പെരുകുമ്പോൾ അതിനെ അധികരിച്ചതിനെ ഇല്ലായ്മ ചെയ്യും. ഇതങ്ങനെയല്ല. ഇത് ഉള്ളതിനെ മുഴുവനോട് പഠിച്ചത്. ഇതിപ്പോൾ നമ്മൾ കൃഷി ചെയ്തിട്ടേ നമ്മൾ കുറേ ഇത് മൃഗങ്ങളെ വളർത്തിയിട്ട് നിങ്ങൾക്ക് കുറേ പുല്ലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വളർത്തുന്നത്. വനത്തിനെ അതിനെ സംരക്ഷിക്കണം, വനത്തിനെ സംരക്ഷിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ അതിന് തിന്നാനും കുടിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം. തൊഴിലുറപ്പില്ലേ, ഭൂമിയില്ലേ? നിങ്ങൾ തേക്ക് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ആർക്ക് കൊടുക്കാനാ? പല മക്കളെയും കെട്ടിക്കാനുണ്ടോ? തേക്ക് വെച്ച് പിടിപ്പിച്ചാണ്. അത് ഭൂമിയല്ലേ. ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന് സെക്ഷൻ തിരിച്ചിട്ട് നിങ്ങൾ തിന്നട്ടെ. മൃഗങ്ങളെ പോറ്റുന്നവരാണല്ലോ. തീറ്റയും വെള്ളമൊന്നും ഇല്ലാണ്ട് മൃഗങ്ങളെ പോറ്റിട്ട് കാര്യമുണ്ട്. ഞാനിപ്പോൾ കന്നാലി വളർത്തുവാണെങ്കിൽ എനിക്കൊരു സാധനമില്ലെങ്കിൽ ഞാൻ ആരാണ്ടര മുതലിലേക്ക് കഴിച്ചു വിട്ടിട്ട് തീറ്റാനാന്ന് വെച്ചിട്ടാണ്. അതേ നിലപാടാണല്ലേ. സുപ്രീം കോടതി തന്നെ നിലകൊള്ളുന്നത് ജീവനും സ്വത്തിനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സുപ്രീം കോടതിയൊക്കെ നിലകൊള്ളുന്നത്. മനുഷ്യന് യാതൊരു വിലയില്ല. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മൃഗം കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത്. അതിൽ 5 ലക്ഷം മറ്റേ ഈ സമരം കൂടിയിട്ട് കൊടുക്കും. ബാക്കിയുള്ള എന്ന് പറഞ്ഞിട്ട് അവിടെ കഴിച്ചു കൂട്ടലേ ഉള്ളൂ. ഒരാനയല്ല തിന്നത്, 2-3 ആന വന്നിട്ടുണ്ടായിരുന്നു. ഈ കുറച്ച് കാപ്പിയുണ്ട്. ആ കാപ്പിയുടെ ചുറ്റിന് ആന അനുഭവിച്ചിട്ടുണ്ട്. എല്ലാം ഒടിച്ച് വന്ന് നാശാക്കി. അത് ആന എത്താത്ത യാതൊരു സ്ഥലമില്ല. ആന എത്താത്ത യാതൊരു സ്ഥലമില്ല. ഇനിയിപ്പോൾ എങ്ങനെ രക്ഷിക്കണം? അതിലും ഭേദം ഞങ്ങളെ റെഡിയാക്കി കളയാം. നമ്മളിപ്പോൾ കണ്ടു ആ വീടിൻ്റെ കോമ്പൗണ്ടിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് അതായത് മതിലിൻ്റെ ഇപ്പുറത്തെ കാഴ്ചയാണ്. ഇതിലിങ്ങനെ ആയിരിക്കുമല്ലോ വന്നിട്ടുണ്ടാവുക. ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ വന്ന് ഇതാ ഈ തെങ്ങൊക്കെ കളഞ്ഞിരിക്കുന്ന രംഗമാട്ടോ ഈ കാണുന്നത്. കണ്ടോ, തെങ്ങ് മൊത്തം വലിച്ച് പറിച്ച് നശിപ്പിച്ച് ഇവിടെയുള്ള ഈ പ്രദേശത്തെ കപ്പ കംപ്ലീറ്റ് കളഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് ഇവിടുന്ന് ഈ മതിൽ കടന്ന് അപ്പുറത്തോട്ട് കടന്ന കേട്ടോ ആന. ഈ കമ്പി ഇതിൽ ഷോക്ക് എല്ലാം പൊട്ടിച്ചു. അല്ല, ഇതിൽ കൊടുക്കുന്നില്ലായിരുന്നു കറണ്ട്? അതൊന്നും. ഓഹോ, ഇന്നലെ ഞാൻ രാവിലെ വന്നപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പൊളിച്ചിട്ടുണ്ട്. ഇത് കറണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു? കൊടുക്കണ്ടായിരുന്നു. പന്നി വരാണ്ടിരിക്കും. ഈ കാപ്പിയുടെ ചുറ്റിനും പോയി എല്ലാം ഓടിച്ച് നാശാക്കി കളഞ്ഞു എല്ലാ സാധനം. ആ തെങ്ങ് കഴിഞ്ഞ ആഴ്ച കൊണ്ട് കളഞ്ഞതാണ്. ആ തെങ്ങും അതിൻ്റെ അപ്പുറമുള്ളതൊക്കെ. അതുപോലെ തന്നെ ഈ തുഴയുടെ വണ്ണമുള്ള കാപ്പിയൊക്കെ വിരിഞ്ഞിരിപ്പുണ്ട്. വിരിഞ്ഞ് അങ്ങ് ദൂരെ ഇതൊക്കെ സ്വന്തം ചെയ്തതാ. ഇത് കളഞ്ഞെന്നേ. ഞാൻ ഇന്നലെ ഇതെല്ലാം നിലത്ത് കിടപ്പുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പോകാണ്ട് ഇവിടെ കമ്പി വെച്ച് കെട്ടിയതാ. ഇത് ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇങ്ങനെ ഇവിടെ തട്ടിത്തുള്ളി കിടക്കുമായിരുന്നു. അതൊക്കെ വെറുതെ തന്നെ. ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. ഇതൊക്കെ 2-3 പ്രാവശ്യം ഓടി കഴിഞ്ഞതാ തെങ്ങൊക്കെ. അതൊക്കെ 2-3 ഓടി കഴിഞ്ഞതാ. ഫോറസ്റ്റ് ഏത് ഭാഗത്തായിട്ടുള്ള? ഫോറസ്റ്റ് അങ്ങ്. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് ഫോറസ്റ്റിലേക്ക്? ഇവിടുന്ന് 1 കിലോമീറ്റർ കാണുള്ളൂ. 1 കിലോമീറ്ററുള്ളൂ. പറമ്പിൽ കൂടെ ഒക്കെ ആന പോയതാട്ടോ. ഇതുണ്ടോ, തെങ്ങൊക്കെ കളഞ്ഞാണ്. ഈ പറമ്പിൽ കൂടി ആന പോകാത്തതായിട്ടുള്ള ഒരു സ്ഥലവും ബാക്കിയില്ല. പിന്നെ ആനയ്ക്ക് കാപ്പി വേണ്ട, പക്ഷെ
ആന കടന്നു പോണ വഴികളിൽ മുഴുവൻ കാപ്പീൻ്റെ റക്കയും ശിഖരവും എല്ലാം ഒടിച്ച് ഒരു കോല് മാത്രമായിട്ട് നിൽക്കും. ആന കാപ്പി കഴിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ കാപ്പിക്ക് നാശം വരുത്തുന്നില്ലല്ലോ എന്ന് പറഞ്ഞാലും ഇത് മുഴുവൻ ഈ കടന്നു പോണ വഴി മുഴുവൻ 3-4 ആനകളാണ് വരുന്നത്. ഈ വഴിക്കുള്ള കൃഷികൾ മുഴുവൻ ഈ പറമ്പ് മുഴുവൻ നശിപ്പിക്കുകയാണ്. കൃഷിക്കാരൻ്റെ ഈ പ്രദേശത്തുള്ള ഓരോ കൃഷിക്കാരൻ്റെ അധ്വാനം എന്ന് പറയുന്നത് ഒരു ജലരേഖയായിട്ട് മാറുകയാണ്. ഈ പ്രദേശത്ത് തന്നെ പകലന്തിയോളം കഷ്ടപ്പെടുന്ന നിരവധി കൃഷിക്കാരുണ്ട്. പിന്നെ ഒരുപക്ഷെ അവർക്കൊക്കെ കർഷകശ്രീയോ അല്ലെങ്കിൽ ഏതെങ്കിലും അവാർഡുകൾ, കൃഷി സംബന്ധമായ അവാർഡുകളൊക്കെ കിട്ടാൻ അർഹരായ, ഇപ്പോൾ എൻ്റെ ചാച്ചൻ തന്നെ പിന്നെ 77 വർഷമായിട്ട് കൃഷി ഉപജീവന മാർഗമായിട്ട് ഈ കൃഷിയെ സ്നേഹിക്കുന്ന, പറമ്പിനെ സ്നേഹിക്കുന്ന എല്ലാം ചെയ്യുന്ന ഒരാളാണ്. ആ ഒരു മനുഷ്യൻ്റെ ഈ ഒരു വാർദ്ധക്യകാലത്ത് ഇത്രയും വർഷത്തെ കൃഷികൾ മുഴുവൻ നശിച്ച് ഒരു നിരാശയിൽ എത്തി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. ഈ നെൽകൃഷി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ലാഭം കിട്ടുന്ന ഒരു ഏർപ്പാടോ ഒന്നുമില്ല. അതിനോടുള്ളൊരു സ്നേഹവും ഈ വർഷങ്ങളായിട്ട് നമ്മുടെ വയൽ നമ്മൾ ചെയ്തു വരുന്നതാണ്. ആ കാട് പിടിച്ച് കിടക്കണതിലുള്ള വിഷമം കാരണമാണ് നമ്മളിത് ഇത്രയും ത്യാഗം സഹിച്ച് ആ കൃഷി എടുക്കുന്നത്. അപ്പം ഈ നെല്ല് കൊയ്യാൻ, ഇപ്പം വിളവെടുത്ത ഈ നെല്ല് ആന തിന്നുപോയ ഈ നെല്ല് കൊയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒരു 10-15 ദിവസം അവിടെ വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ നമുക്കൊരു 4-5 ക്വിൻ്റൽ നെല്ലും കൂടി അധികം കിട്ടി അത് കറക്റ്റ് മൂപ്പായി എത്തിയേനെ. അപ്പോൾ വയലിൽ നിന്ന് ആന തിന്ന് പോകണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മൾ അവിടെയും കാവലി കിടന്ന് അതിന് മുമ്പായിട്ട് ഒരു 10-15 ദിവസം മുമ്പ് കൊയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഉണക്കാനിട്ട് പിന്നെ ഈ ആന തിന്നണയും കൊണ്ട് വേഗം ഉണങ്ങി റെഡിയാക്കി ഒക്കെ വെക്കുമായിരുന്നു. അപ്പോൾ ഈ അപ്രതീക്ഷിതമായിട്ട് വീടിൻ്റെ ഗേറ്റും എല്ലാം അടച്ചിട്ടേക്കണതിൻ്റെ കോമ്പൗണ്ടിലേക്ക് മതിൽ ചാടിക്കിടന്ന് 3 ആന ഉണ്ടായിരുന്നു. അവ വന്ന് അത് മുഴുവൻ തിന്ന് നശിപ്പിച്ച് പിന്നെ ബാക്കിയുള്ളത് മുഴുവൻ മൂത്രമൊഴിച്ചും ആനപ്പിണ്ടോ ആയിട്ടും ഒക്കെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അപ്പം നമ്മൾ ഈ കൃഷി ഇങ്ങനെ ഇനി ചെയ്യണ്ട എന്നുള്ളൊരു മനസ്സ് മടുത്ത സ്ഥിതിയാണ്. ഇത് നമ്മളെക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മാർഗവുമില്ല. ഇത് നമ്മൾ നഷ്ടം സഹിച്ച് ചെയ്യാമെന്ന് വെച്ചാൽ പോലും അതിന് വരെ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ ഇപ്പം ഞാൻ നിൽക്കുന്ന പ്രദേശത്തൊക്കെ ഒരു 5-6 വർഷം മുമ്പ് കുള്ളന്തെങ്ങുകളൊക്കെ നിറച്ച് വെച്ച് കായ്ച്ച് വന്നതായിരുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ പ്രദേശത്ത് ഇപ്പോൾ ഒന്നും കാണാനില്ല. ആ തെങ്ങെല്ലാം ഉണങ്ങി എല്ലാം പോയി ഒക്കെ നശിച്ചതാണ്. അപ്പോൾ ഈ നമ്മുടെ അധ്വാനം എന്ന് പറയുന്നത് ഒന്നും അല്ലാതായി മാറുകയാണ്. പിന്നെ വെറുതെ നമ്മൾ ഇവിടെ ഇരിക്കുക ഉള്ളൂ. പിന്നെ ക്യാപ്റ്റൻ രാജു പറയുന്നുണ്ട് ഒരു സിനിമയിൽ, നിങ്ങൾക്ക് ഏത് വെപ്പൺ വെച്ച് ഇതിൽ മരിക്കാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന സംഭവങ്ങളെന്ന് പറയുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മൃഗത്തിൻ്റെ ആക്രമണം വഴി നമ്മൾ മരിക്കും എന്ന് നമ്മൾ ഏത് മൃഗമാണ് പിടിക്കുക. എന്നെ ഏതാനും വർഷം മുമ്പ് രാവിലെ ഒരു 9:30 മണിക്ക് ഒരാന ഇവിടുന്ന് ഈ വഴിക്കോടെ ഓടി വന്നു. അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കുമായിരുന്നു. അപ്പം അമ്മ തൊഴുത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിങ്ങനെ അങ്ങോട്ടായിട്ട് നിൽക്കണേ. അമ്മ എന്നോട് പറഞ്ഞു ദേ ആന എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പുറകിൽ വലിയൊരു ആന വന്ന് ഇങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് അമ്മ കണ്ടതും കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. അല്ലെ ഏത് തരത്തിലാണ് മരിക്കുന്നതെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. അതേപോലെ പറമ്പിലൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഏത് മൃഗം കടുവയായിട്ട് എല്ലാ സംഭവങ്ങളുമായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. മനുഷ്യൻ്റെ ജീവിതം ഇവിടെ ഈ പ്രദേശത്തുള്ളവരുടെ ജീവിതം തന്നെ ഒരു ഭീതിജനകമായ ഒരു ജീവിതമാണ് ഈ പ്രദേശത്തുള്ളത്. കാർഷിക വൃത്തി കൊണ്ട് ജീവിക്കൽ നടക്കാത്ത ഒരു സ്ഥിതിയാണ്. ഭൂമി വെറുതെ ഇങ്ങനെ കിടക്കുക. നമ്മൾ ഈ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളത് കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയായിട്ടും എല്ലാം ഉണ്ടാക്കും. അത് മുളകോ ഒരു സംഭവങ്ങളോ നമുക്ക് കിട്ടൂല. നമ്മൾക്ക് നിങ്ങൾക്ക് കാണാം ഈ സ്ഥലത്ത് തന്നെ ഒരുപാട് തരം വാഴകൾ, പാളയംകുടനും റോബസ്റ്റും ഞാലിപ്പൂവനും അങ്ങനെയുള്ള ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സിൽ ഉള്ള വാഴകളുണ്ടായിരുന്നു. ആ വാഴയൊക്കെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞതാണ്. ഇപ്പം നമ്മൾ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇത്രയും സ്ഥലമുണ്ട്, അധ്വാനിക്കാൻ മനസ്സുണ്ട്, അത് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പഴം കഴിക്കാൻ ആഗ്രഹമുണ്ട്, ടൗണിൽ പോവുക, മേടിച്ചിട്ട് വരിക, ഇവിടെ വന്നിരുന്ന് കഴിക്കുക. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ
ഒന്ന് വീടിൻ്റെ മുറ്റത്ത് രാത്രിയായി കഴിഞ്ഞാൽ ഇറങ്ങാൻ പേടിയാണ്, ആന പിടിച്ച് കൊല്ലും, ഏത് മൃഗം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വീടിൻ്റെ വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല, കുഞ്ഞുങ്ങളെ ഒന്നും തനിച്ച് ഒരു വഴിക്കും വിടാൻ കഴിയില്ല, ഈ ഏത് മൃഗമാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത്രത്തോളം നമ്മൾ ഒരു പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ ജീവിതം. കൃഷിയെല്ലാം എല്ലാവരും മടുത്ത ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഫോറസ്റ്റിന്റെ അതിരൊന്നും കാണാൻ പറ്റുമോ നമുക്ക് ഇവിടെ നോക്കിയാൽ? താഴെ വയലിൽ ഇറങ്ങി ഇവിടെ നോക്കിയാൽ കാണാമോ? ഒരു കർഷകരുടെ അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത്. വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ. കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ പേടി തോന്നുന്നു കേട്ടോ. കാരണം ഇതുപോലെ കിടന്നൊരു പറമ്പ് ഇപ്പോൾ ഒന്നും ചെയ്യാതെ ഈ കോലത്തിലായിരിക്കണം കേട്ടോ. ദൂരേക്കൊക്കെ നോക്കിയാൽ കാണാം, ഇതൊക്കെ കാട് പിടിച്ച് കിടക്കണം. കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഇവിടുന്ന് കാണാമല്ലോ, അതല്ലേ ഫോറസ്റ്റ്? അത് തന്നെ അതാ ഇത് കണ്ടോ? എന്താ ഇതൊരു റംബൂട്ടാൻ്റെ തൈയാണിത്. ഈ റംബൂട്ടാൻ്റെ തൈ ഒരു 100-800 രൂപ കൊടുത്ത് മേടിച്ച ഒരു തൈയാണ്. ഇത് ഇത്രയായതിനു ശേഷം ഇതിന് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് മാൻ വന്നിട്ട് ഇത് കണ്ടു, ഇതിന്റെ തൊലി ഇവിടെ തുടങ്ങി ഇത് ഉരിഞ്ഞെടുത്ത് തിന്നേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു മുള വന്ന് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ബാക്കി ഭാഗം മുഴുവൻ ചിലപ്പോൾ ഇത് ഇപ്പോൾ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത്രയും ഭാഗം അങ്ങനെ ഉണങ്ങിപ്പോയതാണ്. അപ്പോൾ ഒരു പുതിയ തൈ മേടിച്ച് നടുകട്ടെ, ഒരു സംഭവങ്ങളും ഇത് കണ്ടോ, അത് വെള്ള ഞാവലാണ്, വെള്ള ഞാവലിൻ്റെ തൈയാണ്. അത് മുഴുവൻ മാൻ തിന്നിരിക്കുന്ന അതിൻ്റെ തോല് മുഴുവൻ. അപ്പോൾ പുതുതായിട്ടൊന്നും ഇവിടെ നട്ടുപിടിപ്പിക്കാനോ ഒന്നിനും പറ്റാത്ത സാഹചര്യമാണുള്ളത്. ഇവിടുന്ന് നമുക്ക് ഈ വയലിൽ കൂടെ നോക്കുമ്പോൾ ആ കാണുന്നതാണ് ഫോറസ്റ്റ് കേട്ടോ. അവിടുന്ന് ഇത്രയും ദൂരം താണ്ടിയാണ് ആന ഇങ്ങോട്ട് വരുന്നത്. ഇതിൻ്റെ ഇടഭാഗത്തൊക്കെ വയലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു പ്രദേശമാണ് ഇതാ, ആ കാണുന്നതാണ് ഫോറസ്റ്റ്. അതിൻ്റെ ഇപ്പുറത്തോട്ടൊക്കെ ജനവാസ മേഖലകളും ആളുകളുടെ പറമ്പും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞ് ഇത്രയും ദൂരം ആന ഇങ്ങോട്ട് വരുവാണ്. 1 കിലോമീറ്റർ ഏകദേശം കടന്നാണ് ആന ഇതിലേ വരുന്നത്. ഇതിലല്ല, റോട്ടിൽ കൂടെ തന്നെ ആയിരിക്കും വരുന്നത് അല്ലേ? ഈ നിങ്ങൾ ഈ ഫെൻസിങ് കൊടുത്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ലേ? ഫെൻസിങ് കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ആന വന്ന് പിന്നെ ഫെൻസിങ് അടുത്ത പറമ്പിലെ മരം മറിച്ചിട്ടാണെങ്കിലും ആന ഇതിനകത്ത് കയറും. പിന്നെ ഈ ഫെൻസിങ് തകർത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യണമെങ്കിൽ പിന്നെ ഇത്രയും പ്രായമുള്ള പിന്നെ ചാച്ചനും ഒന്നും അത് നടക്കൂല. ഒരു 8-10 പേരുടെ അധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് നേരെയാക്കാൻ കഴിയുള്ളൂ. ഈ ഡെയിലി ആന വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇത് നശിപ്പിച്ച് കളയുന്നത് കൊണ്ട് നമുക്ക് അതൊന്നും പിന്നെ പ്രാവർത്തികമാക്കാൻ. ഇവിടെ എന്തെങ്കിലും ഫെൻസിങ് ഉണ്ടായിരുന്നോ? ഇവിടെ ഇപ്പൊ പിന്നെ ക്രാഷ് ബാരിയർ പിന്നെ ഇത് റെയിൽ ഫെൻസിങ് സംഭവമൊക്കെ ചെയ്യുന്നുണ്ട്. അത് പിന്നെ വളരെ സ്ലോയിലാണ്, ഒച്ചഴിയുന്ന വേഗതയിലാണ് അതിൻ്റെ പരിപാടികൾ നടക്കുന്നത്. പിന്നെ ചെയ്തു വരുന്നുണ്ട്. 2-3 തൊഴിലാളികൾ വെച്ചിട്ടാണ് അവർ ആ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയായി വരുമ്പോഴേക്കും ഈ നാട്ടിൽ ഒരു വിളകളും ഒരു സംഭവം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്കാണ് വരുന്നത്. എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കാനുള്ള നടപടി വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇനി അത് പിന്നെ നാളുകൾ കഴിയുന്തോറും പിന്നെ വിജനമായൊരു മരുഭൂമി കണക്ക് ഇത്രയും വർഷത്തെ അധ്വാനം ഒക്കെ നശിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തും. 75 ചാച്ചന് ഏകദേശം 50 വർഷമായിട്ട് 50 വർഷത്തിന് മേലെയാണ്. ഇത്രയും വർഷത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് എത്ര കാലമായി തുടങ്ങിയിട്ട്? ഈ അടുത്ത കാലത്താണ് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങിയത്. മുകളിലൊക്കെ കപ്പയും ചേനയൊക്കെ നിറഞ്ഞതാ, വലിയ ഇതൊന്നുമില്ല. കൊല്ലത്തിലൊരിക്കൽ ഒരു ആന വരും, അത്ര ഉണ്ടാകുന്നുള്ളൂ അല്ലേ? ഇപ്പൊ അങ്ങനെയല്ല, ദിവസവും വരുവാ അല്ലേ? ദിവസവും വരുവാണ്. 2-3 ആനകളാണ് വരുന്നത്. നമ്മൾ ഈ മൃഗങ്ങൾക്കും ഒന്നിനും നമ്മൾ എതിരല്ല. നമ്മൾ ഈ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു പച്ചയായ മനുഷ്യരാണ് ഇവിടെയുള്ളവർ എല്ലാവരും. അതുകൊണ്ട് ഇതുങ്ങളെ ഒന്നും ഉപദ്രവിക്കൽ പോലുമില്ല. അപ്പോൾ അതുങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മനുഷ്യത്വപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവർ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അതിന് നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക, അവരെ കാട്ടിൽ നിർത്തുക, അതിന് ഭക്ഷിക്കാനുള്ള സംഭവങ്ങൾ ഇതുപോലെ നമ്മുടെ പരിസ്ഥിതി ദിനമുണ്ട്. പരിസ്ഥിതി ദിനത്തിന് എവിടെയെങ്കിലും ടാർ റോഡിൻ്റെ അരികിൽ ഒരു ചെടി നട്ട് അത് കുറച്ചായി വരുമ്പോഴേക്കും കറണ്ട് ലൈനിൽ തട്ടുന്നു, അത് മുറിച്ച് കളയുന്നു. അങ്ങനെയുള്ള പരിപാടികൾക്ക് പകരം പിന്നെ കാട്ടിലൊക്കെ പിന്നെ അറ്റ്ലീസ്റ്റ് കുറച്ച് ചക്കക്കുരുവെങ്കിലും കൊണ്ടയിൽ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല പ്ലാവായി. ഇനി അവിടെ ഒരു വേലി കെട്ടി തിരിച്ചിട്ട് അതൊന്ന് ചക്കയൊക്കെ ആയി വരുന്ന ഒരു സ്റ്റേജിലേക്ക് അത് മൃഗങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പിന്നെ നിഷ്പ്രയാസം സാധിക്കും. ഇത് പിന്നെ പൂവൻവാഴേൻ്റെ ഒരു ഇതാണ്.
നേരം വെളുക്കണ ടൈമിൽ ആന ഇതിലെ ഇങ്ങനെ കടന്നു പോകാറുണ്ട്. അപ്പോൾ പിന്നെ നാട്ടിലിറങ്ങി ഭക്ഷണം ഇതൊക്കെ ഭക്ഷിച്ച് വയറ് നിറഞ്ഞ് നേരം വെളുക്കാൻ പോണതും കൊണ്ട് ആ സ്പീഡിൽ അതിങ്ങനെ കടന്നു പോണതും കൊണ്ട് മാത്രം ഇത് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നു. ഇപ്പം ഞങ്ങൾ ഭയപ്പെടുവാണെങ്കിൽ ഇനി അടുത്ത ദിവസം തന്നെ നമ്മളെ കൊണ്ട് സംരക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ അടുത്ത ദിവസം തന്നെ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് തിന്നു പോകും. ഇവിടെ ഒരു പട്ടിക്കൂടുണ്ട്, പട്ടിയുണ്ട്. പട്ടി കിടന്ന് ഒച്ച എടുക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ നിൽക്കും. അത് അങ്ങനെ ഇത് നിൽക്കണത് പട്ടി അതിനകത്ത് കിടക്കണേ. നാളെ പട്ടിയുടെ അടുത്തൂടെ പോയിട്ട് പട്ടി പേടിച്ചു പോയി. പിന്നെ പട്ടി ആന കണ്ട ആന മിണ്ടില്ല. ഇതൊന്നും ഒരു വർഷം സുമാർ എത്ര പ്രാവശ്യം നിങ്ങളുടെ പറമ്പിൽ ആന ഇറങ്ങുന്നുണ്ട്? ആന ഇറങ്ങുന്നതിന് കണക്കില്ല. ആന ചില സമയത്ത് ഒരു 3-4 മാസം ആനയൊന്നും ഒരു സംഭവങ്ങളും ഒരു മൃഗങ്ങളും വരലില്ല. വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു തടയാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഇത് നമ്മൾ പിന്നെ വൈക്കോലൊക്കെ നെല്ല് ഒക്കണ കളയായിരുന്നു. ആനയും ഒക്കെ വരുന്നതും കൊണ്ട് ഇനി ആ കൃഷിക്ക് ഒരു മാർഗം ഒരു സ്ഥലവും ഇല്ലാത്തതും കൊണ്ട് ഇവിടെ തിണ്ടും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഇത്രയും അടുത്തുള്ളതും കൊണ്ട് ഈ കളത്തിൽ കപ്പ നട്ടേക്കുവാണ്. അങ്ങനെ മുറ്റത്ത് കയറ്റി നടാൻ തുടങ്ങി. ഈ പട്ടിക്കൂടിൻ്റെ തൊട്ടടുത്ത് ഇതിങ്ങനെ നട്ടു വെച്ചേക്കുവാണ്. ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, കൊല കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആന ഇതുവഴിയാണ് ഡെയിലി കടന്നു പോകുന്നത്. ഇതിലെ ഇറങ്ങും. ഇതോട് കൂടിയിട്ട് ഈ കൃഷിയും ഇതും ഇവിടെ നിൽക്കുകയാണ്. ഇനി ഇത് ചെയ്യാൻ കഴിയില്ല. നമുക്കിത് ചെയ്യാൻ പറ്റാത്തതിൽ വലിയ വിഷമമുണ്ട്. പക്ഷെ സാധ്യമല്ല, സാഹചര്യങ്ങൾ വെച്ച് നമുക്കത് നടക്കൂല. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? റനീഷ് എന്നാണ്. ഇത് ആന ഇറങ്ങിപ്പോകുന്ന വഴിയാട്ടെ. ഇത് ഇവരുടെ വീടിൻ്റെ മുറ്റമാണ്. ഇത് പട്ടിക്കൂട് അതിൻ്റെ പിന്നെ ലോക്കിൽ ഒരു കയറ് വീട്ടിലേക്ക് വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ ഉള്ളിലോട്ട് ജനൽ വഴിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിക്ക് ആന വന്നു കഴിയുമ്പോഴേക്കും, ഇപ്പോൾ ഈ ആന അടുത്തെത്തുമ്പോഴേക്കും പട്ടി പേടിച്ചിട്ട് മിണ്ടൂല കൂട്ടിലാണെങ്കിൽ. പിന്നെ ഇനി അഥവാ നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഈ മുറ്റത്തിറങ്ങി വരാൻ അതിനെ അയച്ചു വിടാൻ പറ്റില്ല. അതൊരു ജീവനല്ലേ. അത് അതിനായിട്ട് സ്നേഹമുള്ളതും കൊണ്ട് നമ്മൾ അതിന് ലോക്കയിൽ കയറ് കെട്ടിയിട്ടേക്ക് വരുന്നു. ഇനി നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അതെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്നുള്ള ഇതിൽ നമ്മൾ അവിടുന്ന് വലിച്ചു കഴിയുമ്പോൾ കൂട് തുറക്കണ ഒരു വിധത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ പിന്നെ ഇപ്പം അത് അഴിച്ചത് ചേട്ടൻ പറഞ്ഞ കാര്യമാണ്. ഈ പട്ടിയെ അല്ലെങ്കിൽ പട്ടിക്കൂട് ആന തകർക്കും എന്നുള്ളൊരു പേടി അവർക്കുള്ളതുകൊണ്ട് ഈ കൂടിൻ്റെ ലോക്കയിൽ ഇത് കയറ് കെട്ടി വെച്ചിട്ട് ഇങ്ങോട്ട് അവരുടെ ജനലിലേക്ക് കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചാൽ എങ്ങാനും ആന വന്ന് കൂട് പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തുറന്നു വിടാൻ പറഞ്ഞു. ഇവർക്ക് പുറത്തിറങ്ങാൻ ആ സമയത്ത് പറ്റിയല്ല. അങ്ങനെ ഒരു വളരെ ഭീകരമാണ് അവസ്ഥ എന്നുള്ളതാണ് നമുക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് കേട്ടോ. ഈ പറമ്പിൽ കൂടെയൊക്കെ എല്ലാ ദിവസവും ആന വരുന്നതെന്ന് പറഞ്ഞാൽ തികഞ്ഞ ജനവാസ മേഖലയായിട്ടുള്ള ഒരു പ്രദേശങ്ങൾ തന്നെയാണ്. എല്ലാം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇതാണിപ്പോൾ ഈ പറമ്പിലെ അവസ്ഥ കേട്ടോ. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് വളരെ ഭീകരമാണ്. ഈ പോകുന്ന വഴി ഇങ്ങനെ കാപ്പിയുടെ കമ്പൊക്കെ ഒടിഞ്ഞു, കാപ്പിയുടെ കമ്പെല്ലാം ഇതുപോലെ നിറയെ കൊലയുള്ള കാപ്പിയാണ്. അത് ഇത്തരത്തിൽ ഇതുപോലെ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു പോകും കേട്ടോ. കണ്ടോ ചൊട്ട വന്നല്ലേ? ഇത് കണ്ടോ ചൊട്ട വന്ന് കഴിഞ്ഞ ദിവസം ചെയ്തല്ലേ? കഴിഞ്ഞ ദിവസം ചെയ്ത് തെങ്ങ് പോയില്ലേ? തെങ്ങ് പോയി. ഇനി അതിന് അവശേഷിക്കുന്നത് 2-3 കൂമ്പ്, ഇലയും കൂമ്പും മാത്രമേ ഉള്ളൂ. അപ്പം അത് എപ്പോൾ വേണേലും അത് നശിപ്പിക്കും. ഒരു മനുഷ്യായുസിൽ ഒരു തെങ്ങ് വെച്ച് മര്യാദയ്ക്ക് കായ്ച്ചു തന്നെ ഒരു 10-30-40 വർഷത്തിൻ്റെ ഇതെടുക്കും. 1-2 തേങ്ങയല്ല പറയുന്നത്, അത് മര്യാദയ്ക്ക് കായ്ച്ചു വരണമെങ്കിൽ. അപ്പോൾ ഒരു മനുഷ്യായുസിൽ ഒരു 2 തെങ്ങ് വെക്കാനുള്ള ഒരു സമയമേ ഉള്ളൂ. അപ്പോൾ അത് ഇതുപോലെ നശിപ്പിച്ച് കളഞ്ഞു കഴിയുമ്പോഴേക്കും 1 കിലോ തേങ്ങയ്ക്ക് കൊടുക്കണം 10-80 രൂപ കൊടുക്കണം. ഇതിന് കിട്ടുന്ന നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ അക്ഷയയിൽ കയറി ഇറങ്ങി നമ്മുടെ ജോലിയും മെനക്കെടുത്തി നമ്മൾ പോയി കഴിഞ്ഞാൽ 100-700 രൂപയാണ്. അത് എത്രയോ കാലം കാത്തിരുന്നിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് തവണയായി കഴിയുമ്പോഴേക്ക് ഇതെല്ലാം മടുക്കും. പിന്നെ പരാതിയില്ല, ഒന്നുമില്ലാത്തൊരു നിസ്സഹായ അവസ്ഥയിലേക്ക് നമ്മൾ മാറും. ഇതിപ്പോൾ മഴ പോയി കഴിഞ്ഞപ്പോൾ ഇവർ ഇതാക്കാൻ വേണ്ടി എടുത്ത കേട്ടോ, വീണ്ടും ഉണക്കാൻ വേണ്ടി എടുത്ത ഒരു രംഗമാണ്. ഞാനിവിടെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇവരത് തുറന്നാണ്. അതിൻ്റെ ആ സൈഡിലുള്ള അങ്ങേ സൈഡിലുള്ള ആ ഭാഗത്തൊക്കെ ആ ഒരു ഷീറ്റ് കിടക്കുന്നിടത്ത് കംപ്ലീറ്റ് ആന മൂത്രം ഒഴിച്ചത് കേട്ടോ. അതിൻ്റെ അകത്തായിരുന്നു ആനപ്പിണ്ടം കിടന്നത്. അതിൻ്റെ വീഡിയോ കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം.
അതുപോലെ തന്നെ ഇവിടെ ഒരു വീടിൻ്റെ കിണർ കാര്യങ്ങളൊക്കെ മോട്ടറൊക്കെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതും കൂടെ ഈ കൂടെ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. നമ്മൾ ആ ഒരു വീട്ടിലേക്കും കൂടെ ഒന്ന് പോവുകയാണ് കേട്ടോ. ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന വീടുകളാണ്. ഇവിടെ ആന വന്ന് ഈ പൈപ്പെല്ലാം പൊട്ടിച്ച് പിന്നെ ഈ കിണറിൻ്റെ ഇവിടെ മേലെല്ലാം തട്ടി ഇട്ട് മോട്ടറെല്ലാം ഇതിനകത്ത് ജാമായി പോയി. എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് കുടിവെള്ളം ആന പൊട്ടിച്ചാ ഇതെല്ലാം ആന പൊട്ടിച്ച ഇങ്ങനെ വലിച്ചു പൊട്ടിച്ച് കളഞ്ഞാൽ അതേ മോളിൽ കൂടെ കിടന്നത്. പൈപ്പ് എങ്ങനെയാണ് മോളിൽ കിടന്നത്? പൈപ്പ് ഇതിന്റെ ഇവിടുന്ന് ഇട്ടിട്ട് ബാക്കി ഇങ്ങനെ മോളിൽ പറമ്പിൽ കൂടെ ഇട്ടേക്കുമായിരുന്നു. നിലത്തോടെ കിടന്നേ? നിലത്തോടെ. അപ്പോൾ ആന കയറി ചവിട്ടി പൊട്ടിച്ചു. പിന്നെ ഇതെല്ലാം തട്ടി ഇതിൻ്റെ അകത്തേക്ക് കിണറിൻ്റെ അകത്തേക്ക് ഇട്ട് അങ്ങനെ മോട്ടർ ജാമായി പോയി. വെള്ളം എടുക്കാൻ പറ്റായി കളഞ്ഞല്ലേ? എന്നിട്ട് പിന്നെ ഫോറസ്റ്റുകാർ തന്നെ JCB കൊണ്ടുവന്നിട്ട് പൊക്കുവത് മോട്ടർ. എന്താ ഇതിൻ്റെ അകത്തേക്ക് കിട്ടുന്ന പറഞ്ഞാൽ ഇതിന് ഈ സൈഡ് ഉണ്ടല്ലോ ഇതുപോലെ ഉണ്ടല്ലോ അത് തട്ടിയിട്ടു. ഓഹോ. വേറെ എന്തെങ്കിലും? വേറെ തെങ്ങ്. ഇവിടെ തെങ്ങ് കളഞ്ഞിട്ടില്ല. ഇതിന് മുന്നേ ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ പിന്നെ ഇവിടെ സീരിയസ് അല്ലാന്ന് വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഫുള്ള് ആനയില്ലേ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാതാ ഇതൊക്കെ കംപ്ലീറ്റ് ഇട്ടിരിക്കട്ടെ. ഇതിൻ്റെ അകത്തേക്കാണ് മോട്ടർ ജാമായി പോയത്. ഇവിടെ ഒരു തെങ്ങ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെയല്ലേ ഇത് കഴിഞ്ഞൊല്ലൊക്കെ വന്ന പാടാ ഇത് കാണുന്നുണ്ടല്ലേ. ഇതിലെ സ്ഥിരം ചാലാന്ന് ഇത് കണ്ടില്ലേ. നിങ്ങൾ അറിഞ്ഞായിരുന്നോ രാത്രി? ഇല്ല, ഞങ്ങൾ അറിഞ്ഞില്ല. തെങ്ങ് ഓടിച്ചതൊന്നും അറിഞ്ഞില്ല. ഞങ്ങളുടെ മുകളിലല്ലേ വീട്, അറിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ വരുമ്പോഴാണ് അറിയുന്നത്. ഈ കിണർ ഈ ആന പൈപ്പ് കളഞ്ഞതിനുള്ള നഷ്ടപരിഹാരം കാര്യങ്ങൾ എന്തെങ്കിലും തരണം, അല്ലാണ്ട് പറ്റില്ല. കാരണം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഇപ്പം ഞാൻ 34,000 രൂപ കൊടുക്കാനാണ് പുതിയ മോട്ടറും പൈപ്പും കേബിളെല്ലാം കൂടെ മേടിച്ച് വെച്ചത്. നിങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞില്ല. അപ്പം എന്താ പറഞ്ഞേ? അപ്പോൾ കൃഷിക്ക് തരാൻ പറ്റുള്ളൂ, കിണറിന് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. എന്തൊക്കെയാണ് ശരിക്കും നാശനഷ്ടം വന്നത്? കിണറിന്റെ റിങ് തട്ടി പുറത്തുനിന്ന് തട്ടി ഉള്ളിലേക്ക് ഇട്ടു. പിന്നെ മോട്ടർ പോയി, അത്രയും പൈപ്പും കേബിളും അതിന്റെ ഉള്ളിൽ പോയി. പൈപ്പ് ഒരു 10-50 മീറ്ററോളം പോയിട്ടുണ്ട്. 40 റിങ് താഴ്ചയുണ്ട് ഇതിൻ്റെ. എല്ലാം കൂടെ എത്ര രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട് നിങ്ങൾക്ക്? എല്ലാം കൂടെ ഒരു 25,000 രൂപയുടെ നഷ്ടമുണ്ട്. ഇവിടെയാണ് കൂട്ടി വെച്ചിരുന്നത്? ഇവിടെ അട്ടി വെച്ചായിരുന്നു. ഇതല്ലേ ടാർപ്പായിട്ട് ഇട്ടില്ലേ. തിന്നിട്ടുണ്ടല്ലേ അത്? തിന്നിട്ടുണ്ട്. ഇതിലെ സ്ഥിരം വരും. കാരണം ഇവിടെ വെള്ളമുള്ളത് കാരണം സ്ഥിരം ഇതിനകത്തുനിന്ന് വെള്ളം കുടിച്ചിട്ടാണ് പുള്ളി പോകുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ജോർജ്. ഇവിടെ ഈ പുല്ല് ആന തിന്നിട്ടുണ്ടല്ലേ? തിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അടുക്കി മറ്റേ ഷീറ്റിട്ട് കെട്ടി വെച്ചതായിരുന്നു. അത് പിന്നെ ഇന്നലെ മറ്റേ ചേച്ചിയുടെ അമ്മ മരിച്ചത് കാരണം മറ്റേ വന്ന് അടുക്കാനും ഇതൊന്നും പറ്റിയില്ല. മറ്റേ 51 കയറ്റം കൊണ്ടുവന്ന ഞാൻ. അതിൽ ബാക്കി 89 ഞാൻ കന്നാലിക്ക് ഇട്ട് കൊടുത്തു. ബാക്കി എണ്ണി നോക്കുമ്പോൾ 7 കറ്റ തിന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം തട്ടി നിരത്തി അവിടെ അടുക്കി മറ്റേ ഷീറ്റൊക്കെ ഇട്ട് കെട്ടി വെച്ചതാ. ബാക്കിയെല്ലാം തിന്നു. പിന്നെ ഇന്നിപ്പോ പള്ളിപ്പെരുന്നാൾ ഇതൊക്കെ ആയ കാരണം ഇത് വെച്ച് അടിക്കാൻ വെക്കാനൊന്നും പറ്റില്ല. കാരണം ഇന്നിപ്പോ മഴ പെയ്ത കാരണം നനഞ്ഞു പോയി. ഇത് ഒരു കെട്ടിന് എത്ര രൂപ നിങ്ങൾക്ക് ചെലവുണ്ട്? ഇതിപ്പോ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഏകദേശം 200 രൂപ കൊടുക്കാം ഒരു കെട്ടിന്. ഈ പറമ്പിലൊക്കെ സ്ഥിരം വരുന്നുണ്ടല്ലോ? സ്ഥിരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലേ മുകളിലേക്ക് ഫുള്ള് ആന 84 തെങ്ങ്. ഇതൊക്കെ ഫുള്ള് തെങ്ങ് പറമ്പായിരുന്നു. ഇത് നമ്മുടെ അല്ല, എന്റെ തോട്ടായാലൊക്കത്തുള്ളത്. ഇത് ഫുള്ള് തീർത്തതാ. ഇത് 100 ചില്ലറ തെങ്ങുണ്ടായിരുന്നു. ഇത് ഐസക് എന്ന് പറഞ്ഞ തേൽക്കാട്ട്. ഇതിപ്പോ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ആദായമൊന്നുമില്ല. ഇതൊക്കെ ഫുള്ള് നെൽകൃഷിയല്ലേ. ഇത് 10-30 ഏക്കർ വയലുണ്ട്. അത് മറ്റേ ഇത് ഒരു പരിപാടി നടക്കൂലാത്ത കാരണമാണ് പിന്നെ ഞാൻ പോത്തും പരിപാടിയൊക്കെ ആയിട്ട് തരിച്ചു. ഫുള്ള് ഒരു രക്ഷയില്ലല്ലോ. മാനും പന്നിയും ആനയും ഫുള്ള്. ആന വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം വരാതെ ഉള്ള ദിവസം ഇല്ല. കുറെ വർഷമായിട്ട് നിങ്ങളൊക്കെ ഇവിടെ ഉള്ളവരാണ്? പിന്നെ നമ്മളെ ഒപ്പന്റെ വല്യപ്പനൊക്കെ ആയിട്ട് 61-ലോ അങ്ങാണ്ട് വന്നാ. അടുത്ത കാലത്ത് ഇത്രയും വലിയ ബുദ്ധിമുട്ട് വന്നല്ലേ? ഇപ്പൊ ഒരു 10-15 വർഷമായി നമുക്ക് ഭയങ്കര ശല്യമായിട്ട്. അതെ, ഒറ്റ ദിവസം ഒഴിവില്ല. ഏതായാലും നമ്മൾ ആ ഒരു വീട്ടിൽ അവരുടെ പറമ്പിലും കാര്യങ്ങളൊക്കെ പോയി അവരുടെ വീടിൻ്റെ മുറ്റത്ത് കിടന്ന് 15 കിൻറ്റൽ എന്ന് പറയുന്നത് ഒട്ടും അതിശയോക്തിയല്ല. അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അവിടെ ഒരു കൂമ്പാരം നെല്ലുണ്ടായിരുന്നു. ആ ഒരു കൂമ്പാരം നെല്ല് ആന മുഴുവനും തിന്നു എന്ന് തന്നെ അവർ ഉറപ്പിച്ച് തന്നെയാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. 4 ആനകളെങ്കിലും ഉണ്ടെന്നാണ് അവർ സംസാരിച്ചത്. അപ്പോൾ ഒരു കൂട്ടം ആന വന്ന് ഈ മതിൽ ചാടിക്കിടന്ന, മതിൽ പൊളിച്ചില്ല. അത് തന്നെ വലിയൊരു കാര്യം. എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഒരു 6 മാസത്തെ
ഊണും ഉറക്കവും ഒക്കെ കളഞ്ഞിട്ട് ഉള്ള കർഷകരുടെ അധ്വാനമാണ്. പകുതി സാധനം തീർത്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്രത്തോളം വേദന അവർക്കുണ്ടാവും എന്നുള്ളത്. അതൊന്ന് ഇറങ്ങി തിരിച്ച് നമ്മൾ ആ ഒരു പണി ചെയ്ത് നോക്കണം. കർഷകൻ്റെ വില അല്ലെങ്കിൽ കർഷകൻ്റെ വിഷമം മനസ്സിലാകണമെങ്കിൽ നമ്മളത് നേരിട്ട് ചെയ്ത് നോക്കി നമുക്കത് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. അല്ലാത്തതൊക്കെ നമുക്കൊരു വെറും വാർത്തകളും കെട്ടുകഥകളും മാത്രമായിരിക്കും. ഏതായാലും വളരെ ഭീകരമായ ഒരവസ്ഥ എന്ന് മാത്രമേ ഇതിന് പറയാനുള്ളൂ. എവിടെ നോക്കിയാലും സകല പറമ്പിലും വന്യമൃഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണിപ്പോൾ. ആനയായിട്ടും മാനായിട്ടും പന്നിയായിട്ടും കുരങ്ങായിട്ടും മയിലായിട്ടും മലയണ്ണാനായിട്ടും പാമ്പായിട്ടും ഇപ്പോൾ കടുവയായിട്ടും പുലിയായിട്ടും ഒക്കെ എല്ലാ ജീവികളും ഇപ്പോൾ നാട്ടിൽ പറമ്പിലും ജനങ്ങളുടെ സ്വൈര്യം കെടുത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഭീകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം ഇതുങ്ങളെല്ലാം സംരക്ഷിക്കേണ്ടതാണ്, അതിനൊന്നും ഒരു തർക്കവുമില്ല അവർ പറയുന്ന പോലെ തന്നെ. പക്ഷേ ആ കൂടെ തന്നെ മനുഷ്യർക്കും കൂടെ കുറച്ചുകൂടെ ഒരു വില കൽപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരണം. മനുഷ്യരുടെ ബുദ്ധിമുട്ടുകളും കൂടെ മനസ്സിലാക്കുന്ന രീതിയിൽ ഈ നിയമങ്ങളൊക്കെ ഒന്ന് മാറ്റി അവർക്ക് വേണ്ട ഭക്ഷണം കാര്യങ്ങളൊക്കെ കാട്ടിൽ തന്നെ ഒരുക്കുന്ന സംവിധാനം ചെയ്താൽ തന്നെ ഈ മൃഗങ്ങൾക്കൊക്കെ ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങേണ്ട ഒരു ആവശ്യം വരില്ല. അതുപോലെ ഫെൻസിങ്ങിൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അത് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ ഈ നാട് മരുഭൂമിയായി പോകുന്നു തന്നെയാണ് ഇവരെല്ലാവരും പറയുന്നത്. അത് ഏകദേശം ശരിയാണ്. നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ആളുകൾ ഒരേപോലെ പറയുന്ന കാര്യങ്ങളാണ്. വളരെ പ്രയാസിച്ച് തന്നെ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച് നോക്കിയാലേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ, ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. ആനയുടെ മുമ്പിൽ നിന്ന് തലനാരിക്ക് രക്ഷപ്പെട്ട കഥയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാകുന്നുണ്ട്. വീടിൻ്റെ മുറ്റത്തോടെയാണ് ആന പോകുന്നത്. ആ ഒരു പട്ടിയുടെ കഥ പറഞ്ഞ് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ആ പട്ടിയെ രക്ഷിക്കാനായിട്ട് അവർ പട്ടിക്കൂടിൻ്റെ ആ ഒരു ലോക്കിൽ നിന്ന് ഒരു കയറ് കെട്ടി അവർ വീടിൻ്റെ ജനലിൻ്റെ അങ്ങോട്ട് വലിച്ച് കെട്ടിയിരിക്കുകയാണ്. ആന വന്ന് കൂട് പൊളിക്കാൻ നോക്കുവാണെങ്കിൽ തുറന്നു വിടാനായിട്ട്. എന്തെല്ലാം കഥകളാണ് നമ്മളിവിടെ കേൾക്കുന്നതെന്നുള്ളത്. ഏതായാലും വളരെ ഭീകരമായ അവസ്ഥ തന്നെയാണ്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.